ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഒരു 10 ഡേയ്സ് പഠിച്ചു പോയി കഴിഞ്ഞാലും ഫസ്റ്റ് ഡേ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കൂല. IMU-CET എക്സാം എഴുതിയിട്ട് ഫെയിൽ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ IMU-CETക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷെ കോൺഫിഡൻസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ IMU-CET എക്സാം ഫെയിൽ ആകുന്നത് നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടോ അറിവില്ലാത്തത് കൊണ്ടോ അല്ല, സ്ട്രാറ്റജി തെറ്റായി പോകുന്നത് കൊണ്ടാണ്. കോച്ചിങ് ഇല്ലാതെ IMU-CET ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പലർക്കും ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ഡൗട്ടാണിത്. ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. സോ ഇതിൽ നമുക്ക് ആദ്യം തന്നെ നോക്കാം, എന്തുകൊണ്ടാണ് IMU-CET എക്സാം ഒരുപാട് പേര് ഫെയിൽ ആയി പോകുന്നത്. ശരിക്കും ഇത് എല്ലാവരും പഠിക്കുന്നു എന്ന് പറയും, എന്നാൽ പഠിക്കുന്നത് കറക്റ്റ് ആയിട്ടാണോ, പഠിക്കുന്നതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ടുള്ളതാണോ എന്ന് ആരും ചിന്തിക്കില്ല. കറക്റ്റ് ഒരു സ്ട്രാറ്റജി പ്രകാരം പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ എക്സാം പാസ് ആകാൻ സാധിക്കുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൊക്കെ ഓരോ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ കാണും. അത് ഓരോ ആൾക്കാരും ഓരോ തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് ഫുള്ളായിട്ട് കൺഫ്യൂഷൻ ഉണ്ടായിട്ട് അവർക്ക് പഠിച്ചത് പോലും അവർക്ക് കറക്റ്റ് ഓർമ്മയിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ വെച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കോൺസെപ്റ്റ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാതെ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ ചെറുതായിട്ട് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ പിന്നെ ഫുള്ളായിട്ട് ബ്ലാങ്ക് ആവും. അതുകൊണ്ടാണ് ബൈഹാർട്ട് ചെയ്തിട്ട് ഒരിക്കലും പഠിക്കാൻ പാടില്ല. എന്താണോ നിങ്ങൾ പഠിക്കുന്നത് അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. NCERT ബേസിക്സ് നല്ലോണം സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. അതിന് നിങ്ങൾ ഫുള്ളായിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ടാവണം. ഇനി കൺസിസ്റ്റൻസി ഇല്ലാതെ പോകുന്നത്, നിങ്ങൾ ചിലപ്പം അതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങും. ഒരു ദിവസം നിങ്ങൾ വിചാരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോ എന്തെങ്കിലും കാണുന്ന സമയത്ത് നിങ്ങൾ കരുതും ഓക്കെ ഇന്ന് നിങ്ങൾ ഫുൾ മോട്ടിവേറ്റ് ആയിട്ട് പഠിക്കാനിരിക്കും, ഇത്രയും പഠിച്ചു കഴിഞ്ഞേ പറ്റൂ എന്നൊക്കെ. പക്ഷെ ആ ഒരു മോട്ടിവേഷൻ, നിങ്ങൾക്ക് സ്വയം ഉണ്ടാവുന്ന സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾ ആ ഒരു എക്സാമിൽ ഉടനീളം കാണിക്കാൻ ശ്രമിക്കണം. അല്ലാതെ പകുതിക്ക് വെച്ചിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ 100% കൊടുത്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഡേ പഠിച്ചു, ഒരു ഡേ ഗ്യാപ്പ് വെച്ച് നെക്സ്റ്റ് ഡേ പഠിച്ചു, അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഇന്നൊരിക്കൽ റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നാളെ പഠിക്കുന്ന സമയത്ത് ഇന്നലെയും ഇന്നും പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഒരു 10 ഡേയ്സ് പഠിച്ചു പോയി കഴിഞ്ഞാലും ഫസ്റ്റ് ഡേ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കൂല. പിന്നെയുള്ളത്, നിങ്ങൾ എപ്പോഴും വീക്കിൽ ഒരു ടൈമെങ്കിലും മോക്ക് ടെസ്റ്റ് നിങ്ങൾ സ്വയം കണ്ടക്ട് ചെയ്യണം. കാരണം അധികം ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണെന്നറിയോ, ജസ്റ്റ് എല്ലാം പഠിച്ചിട്ടു ഇതുപോലെ എല്ലാ ഡേയ്സും പഠിക്കുന്നവരായിരിക്കും. പക്ഷെ ഒരിക്കൽ പോലും അവരൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. എക്സാമിന് ഫൈനലായിട്ട് എന്താണോ വരുന്നത് അത് അങ്ങ് എഴുതിയേക്കാം എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. കാരണം അവർ ചിന്തിക്കും നമ്മൾ ഇപ്പോഴേ മോക്ക് ടെസ്റ്റ് ആയിട്ട് എഴുതുന്ന ക്വസ്റ്റ്യൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല, മോഡലൊന്നും അല്ലല്ലോ വരുന്നത്, പിന്നെന്താ നമുക്ക് ലാസ്റ്റ് ഫൈനൽ എക്സാം എഴുതിയാൽ പോരെ. ഇത് ശരിക്കും നിങ്ങളുടെ എക്സാമിനോടുള്ള ഒരു പേടിനെ ഇല്ലാതാക്കും. നിങ്ങൾ വീക്കിലി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഏകദേശം ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇത്രയും വലിയൊരു എക്സാം നിങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു പേടി മാറിക്കിട്ടും. സോ നിങ്ങൾക്ക് കൂളായി കാമായിട്ട് പോയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു തവണ എങ്കിലും മിനിമം നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ കൂടെ കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. അതായത് ചിലപ്പം ഓരോ മിനിറ്റ് ഒക്കെ ടൈം ആയിരിക്കും നിങ്ങൾക്ക് ഒരു മാത്സ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നത്. സോ നിങ്ങളത് മോക്ക് ടെസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ടൈം കറക്റ്റ് ടൈമിനുള്ളിൽ ആൻസേഴ്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് വരും. അപ്പൊ ഈ ചില ആൾക്കാർ ഈ ഒരു ടൈം മാനേജ്മെന്റ് അറിയാതെ പോയിട്ട് എക്സാം എഴുതുന്ന സമയത്ത്, അതിൽ പ്രിപ്പയർ ആവാതെ എക്സാം എഴുതുന്ന സമയത്ത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് പോലും ഒരുപാട് സമയം എടുക്കും. അപ്പം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലോ ഫുൾ അവിടെ സ്റ്റക്ക് ആവും. അപ്പൊ നിങ്ങൾക്ക് ആ ആൻസർ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാൻ പോലുള്ള ടൈം പോലും ഉണ്ടാവില്ല. സോ ടൈം മാനേജ്മെന്റ് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ആ ഒരു കാര്യത്തില് ഓക്കെ ആയിട്ട് വേണം, പെർഫെക്റ്റ് ആയിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഇനിയുള്ളതാണ് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം തീരെ ഇല്ലാത്തതും. ഓവർ കോൺഫിഡൻസ് ആയിട്ടാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും, ഓക്കെ ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇത് ഈസിയാണ്, പിന്നെ എന്താണ് എക്സാം ഒക്കെ എഴുതാൻ പറ്റും എന്നുള്ളത്. സോ അതും
നിങ്ങൾക്ക് വിനയായിട്ട് വരുന്ന കാര്യമാണ്. അതുപോലെ അയ്യോ ഈ ഒരു എക്സാം ഭയങ്കര ടഫായിട്ടുള്ളതാണ്, നമ്മളെ കൊണ്ടൊന്നും പറ്റൂല, എത്ര പഠിച്ചു കഴിഞ്ഞാലും ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല, അത്രയും ടഫാണെന്ന് കരുതുന്നു, അതും തെറ്റായ ചിന്താഗതിയാണ്. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം, ഓവർ കോൺഫിഡൻസ് ഉണ്ടാവരുത്. അതുപോലെ തന്നെ എക്സാം ടഫാണെന്ന് കരുതിയിട്ട് അണ്ടർ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കാൻ പാടില്ല. ഇതൊക്കെ നിങ്ങളുടെ എക്സാമിന്റെ ഫൈനൽ റിസൾട്ടിനെ എഫക്ട് ചെയ്യും. ഇനി പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ബുക്ക് എടുത്ത് വെച്ചിട്ട് റെഫർ ചെയ്ത് പഠിക്കും. അതായത് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ലോണം റെഫർ ചെയ്തിട്ട് ഫുള്ള് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ റിവിഷനും കാര്യങ്ങളൊന്നും കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സമയത്ത് എന്താ വരുന്നത്, ബ്രെയിനാണെങ്കിൽ ഓവർലോഡ് ആകും. നിങ്ങളെ ബ്രെയിൻ ഓവർലോഡ് ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടാവും, ചെറുതിൽ കളിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആൻസർ ഈ ഒരു കൂട്ടത്തിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് റിവിഷൻ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. കറക്റ്റ് ആയിട്ട് ആവശ്യമുള്ള ബുക്കുകൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് റെഫർ ചെയ്തിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണ് അതിലെ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം, എന്താണെന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. മേ ബി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നൂടാന്നില്ലല്ലോ. സോ അതുകൂടി നിങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു പ്ലസ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെയുള്ളതാണ് നിങ്ങളുടെ ആരോഗ്യവും ഉറക്കവും ഒക്കെ ഇഗ്നോർ ചെയ്ത് പഠിക്കുന്നത്. പഠിക്കണം, ശരി തന്നെയാണ് എന്ന് കരുതിയിട്ട് തീരെ റെസ്റ്റ് ഇല്ലാതെ 24 hours അല്ലെങ്കിൽ ഒരു 24 hours 20 hours പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നിങ്ങളുടെ സ്ലീപ്പ് അവിടെ ബ്രേക്ക് ആവും, അതുപോലെ ഹെൽത്തും ടയേർഡ് ആകും. സോ പ്രോപ്പർ ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും ഉറക്കത്തിനും ഫുഡ് കഴിക്കാനും ഒക്കെ മാറ്റി വെച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എക്സാം ക്രാക്ക് ചെയ്തേ പറ്റൂന്ന് കരുതിയിട്ട് ഊണും ഉറക്കും ഇല്ലാതെയൊന്നും ആരും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഊണും ഉറക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹെൽത്ത് നമുക്ക് ഫിറ്റ് ആയിട്ട് വെക്കാനും അത് നമ്മുടെ ഓർമ്മശക്തിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും. സോ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിംഗ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു കാര്യം എന്താണെന്നറിയോ, രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു എക്സാം ഫെയിൽ ആവാൻ വേണ്ടിയിട്ടുള്ള. +2 പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് പ്ലാൻ ചെയ്യും, IMUCT എക്സാം എഴുതിയാലോ, മെർച്ചന്റ് നേവി നോക്കിയാലോ. അതുകൊണ്ട് എന്താണ്, ഈ കൂടിയിരിക്കുന്ന ഈ ഒരാളും കൂടിയിട്ട് പോയിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കും. ശരിക്കും ഇങ്ങനെ എഴുതുന്നതിനെ കൊണ്ട് ഒരു ഉപയോഗം അവിടെ വരുന്നില്ല. കാരണം ഈ പറയുന്ന ഫ്രണ്ട് ചിലപ്പോൾ മെർച്ചന്റ് നേവിയിൽ നല്ല പാഷൻ ഉള്ള ആളായിരിക്കും, അതിൽ ജോലിക്ക് കയറണമെന്ന് അത്രയും ആഗ്രഹം വെച്ച് നടക്കുന്ന ഒരാളായിരിക്കും. സോ ഫ്രണ്ട് ഈ ഒരു എക്സാം എഴുതുന്നുണ്ട്, ഞാനും എന്നാ പോയി എഴുതിയേക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു എക്സാം എഴുതുന്ന സമയത്ത് അതിന്റെ ബാക്കിൽ നല്ല പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലെ ഒരു 100% കൊടുത്തിട്ട് പഠിക്കാനും അങ്ങോട്ടുള്ള ഫ്യൂച്ചർ കാര്യങ്ങൾ അതേ രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും. സോ നിങ്ങൾക്ക് അതിനോടൊരു പാഷൻ ഉണ്ട്, മെർച്ചന്റ് നേവിയിൽ ജോലിക്ക് കയറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു IMUCT എക്സാം എഴുതാവുന്നതാണ്. ഇനി എനിക്ക് കമന്റ് സെക്ഷനിൽ ആയിക്കഴിഞ്ഞാലും ഇൻസ്റ്റഗ്രാമിൽ ആയിക്കഴിഞ്ഞാലും ഒരുപാട് കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, കോച്ചിങ്ങിന് പോവാതെ IMUCT എക്സാം എഴുതാൻ പറ്റും? ഈ വർഷം +2 കഴിഞ്ഞതാണ്, അപ്പൊ ഈ വരുന്ന ഇയറിൽ തന്നെയുള്ള IMUCT എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്ക് പറ്റും, പക്ഷെ അതിന് കുറച്ച് കണ്ടീഷൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ സ്ട്രോങ് ആയിരിക്കണം. അതായത് ഡെയിലി ഫിക്സഡ് ടൈം വെച്ചിട്ട് പഠിക്കണം, ഒരു എക്സ്ക്യൂസ് ഉണ്ടാവരുത്. അതായത് കോച്ചിങ്ങിന് പോയിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. റൈറ്റ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതായത് NCERT ബേസിക്സ് കാര്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, റിവിഷൻ, മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുക. ടോപ്പിക്സ് ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള പോർഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് അധിക സമയം കൊടുത്തിട്ട് കുറച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കോച്ചിങ് ഇല്ലാതെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നവര് കൺസിസ്റ്റന്റ് ലേണേഴ്സ് ആയിരിക്കും. സോ അത്രയും നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വീട്ടിലിരുന്നിട്ട് കോച്ചിങ്ങിന് പോവാതെ സ്വന്തമായിട്ട് പഠിച്ചിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. എന്ന് കരുതിയിട്ട് കോച്ചിങ് ഒരു ഷോർട്ട് കട്ട് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി കോച്ചിങ്ങിന് പോയി കഴിഞ്ഞാലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ. പക്ഷെ കോച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ അത്രയും അറിവുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്. സോ അവര് അതിനുള്ള എങ്ങനെയൊക്കെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ളതും ഒക്കെ പറഞ്ഞു തരും. സോ അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി എഫേർട്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും വീട്ടിലിരുന്നിട്ട് സ്വന്തമായിട്ട് പഠിക്കുന്ന സമയത്ത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ IMUCT ഫെയിൽ ആവുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള അപ്രോച്ച് ആണെന്നുള്ളത്. ഇനി IMUCT ഫെയിൽ ആയി എന്ന് കരുതിയിട്ട് അത് ഈ ഒരു നിങ്ങളുടെ ഡ്രീമിന്റെ എൻഡ് ഒന്നല്ല.
നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്ന് ഇത്തിരി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയില് IMUCT ഫെയിൽ ആവാനുള്ള റീസൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇനി മെർച്ചന്റ് നേവി റിലേറ്റഡ് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. സോ മെർച്ചന്റ് നേവിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.